MMB ഫസ്റ്റ് ഇയർ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജീനിയസ്. ഞാൻ സെൻറ്റ് മേരീസ് ഐ.ടി.ഐ കാശ്ശേരിയിൽ MMB ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഫ്യൂവൽ സിസ്റ്റമാണ്, പാർട്ട് 2. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫ്യൂവലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കിയിരുന്നു. നമ്മളിന്ന് ഫ്യൂവൽ സിസ്റ്റമാണ് പറയാൻ പോകുന്നത്. ഫ്യൂവൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ എടുത്ത് സിലിണ്ടറിനകത്തുള്ള ഇഞ്ചക്ടറിലോട്ട് എത്തിക്കുന്നത് വരെയുള്ള ആ ഒരു ലൈൻ, അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ പമ്പ്, ഫീഡ് പമ്പ്, ഫിൽട്ടർ, ഇഞ്ചക്ടർ, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്, ഇവയൊക്കെ അത് ഉൾക്കൊള്ളും. നമ്മളതിൻ്റെ ഓരോ പ്രോസസ്സായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഫ്യൂവലിനെ നമുക്ക് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്ത ഫ്യൂവൽ നമുക്ക് ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്തുകൊണ്ട് അതിന് ഇഞ്ചക്ഷൻ പമ്പിലോട്ട് കൊടുക്കണം. ഇഞ്ചക്ഷൻ പമ്പ് ആ കിട്ടിയ ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് സിലിണ്ടറിനകത്തോട്ട് ഇഞ്ചക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഫ്യൂവൽ എന്തുമാത്രമാണ് ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫ്യൂവൽ സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് ഫ്യൂവൽ കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ അതിൻ്റെ പാർട്സ് ഫിഗർ ശ്രദ്ധിക്കുക. നിങ്ങൾ അതിൻ്റെ പാർട്സ് നോക്കുക. ഒരു ഫ്യൂവൽ ടാങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഫ്യൂവൽ ലൈൻസ് കൂടെ കാണാം. ഫ്യൂവൽ പാസ് ചെയ്യുന്ന ലൈൻ കാണാം. ഇവിടെ ഒരു ഫീഡ് പമ്പ് കാണാം. ഈ ചെറുതായിട്ട് കാണുന്നതാണ് ഈ ഫീഡ് പമ്പ്. പിന്നെ അവിടുന്ന് നേരെ പോകുന്നത് ഫ്യൂവൽ ഫിൽട്ടറിലോട്ടാണ്. ഫ്യൂവൽ ഫിൽട്ടറിൽ നിന്ന് നേരെ പോകുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഈ കാണുന്ന വലുതായി കാണുന്നതാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഇതാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. ശരിക്കും ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പുമെയാണ് നമ്മൾ ഫീഡ് പമ്പ് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് നിങ്ങൾക്ക് കാണാം. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്ന് നേരെ അത് ഫ്യൂവൽ ഇഞ്ചക്ടറിലോട്ട്, ഓരോ സിലിണ്ടറിനും ഓരോ ഇഞ്ചക്ടറാണ് ഉണ്ടായിരിക്കുക, ഇഞ്ചക്ടറിലോട്ട് പോകുന്നു. അവിടെ നിന്ന് ഓവർഫ്ലോ അത് പ്രഷർ കൂടിയ അവസ്ഥയിലാണെങ്കിൽ കൂടുതൽ ഫ്യൂവൽ ഉള്ളത് നമ്മൾ നേരെ ടാങ്കിലോട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നും ഓവർഫ്ലോ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ഫ്യൂവൽ സിസ്റ്റം. നമുക്കൊന്നുകൂടി അതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇവിടെ നിങ്ങളൊരു ഫീഡ് പമ്പ് കാണാം. ഫീഡ് പമ്പ് എന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ എടുത്ത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഫീഡ് പമ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, വർക്കിംഗ് എന്ന് പറയുന്നത്, ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ എടുത്ത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഫ്യൂവൽ ഫീഡ് പമ്പിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഫ്യൂവലോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഈ കിട്ടിയ ഫ്യൂവലിനെ ഹൈലി പ്രഷറൈസ് ചെയ്യുന്നു. എന്നിട്ട് ഇഞ്ചക്ടറിലോട്ട് കൊടുക്കുന്നു. ഇഞ്ചക്ടർ സിലിണ്ടറിലോട്ട് ഈ കിട്ടിയ പ്രഷറൈസ് ചെയ്ത് കിട്ടിയ ഫ്യൂവലിനെ ആറ്റോമൈസായ വളരെ മൈന്യൂട്ടായ രീതിയിൽ പ്രഷർ കൂടിയ വളരെ ചെറിയ സൈസ്, ചെറിയ ആറ്റംസ് എന്നുള്ള രീതിയിൽ നമ്മുടെ സിലിണ്ടറിലോട്ട് ഹൈലി പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫീഡ് പമ്പ്, അതിൽ നിന്ന് നേരെ ഫ്യൂവൽ ഫിൽട്ടർ, അവിടെ ഫിൽട്ടർ ചെയ്യുന്നു. നേരെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നേരെ ഇഞ്ചക്ടറിലോട്ട്, ഇഞ്ചക്ടറിൽ നിന്ന് ഓവർഫ്ലോ വരുന്ന ലൈൻ നേരെ ടാങ്കിലോട്ട്. അപ്പോൾ ഈ ലൈൻ, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വർക്കിംഗ്, ഈ ഒരു ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത സ്ലൈഡിലോട്ട് പോകാൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണിച്ച ഫിഗറിലെ ഓരോ പാർട്സും എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ലൈൻ എപ്പോഴും എങ്ങനെയാണ് ആ ഫ്യൂവൽ പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ വേണം. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ പാർട്സും എടുത്ത് ഡിസ്കസ് ചെയ്യാം. താഴെ ഒരു ഫിഗറിൽ നിങ്ങൾക്കൊരു വണ്ടിയിലെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ടാങ്ക്, ഫ്യൂവൽ ലൈൻ, ഒരു ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ഫിൽട്ടർ, നേരെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓട്ടോമൊബൈലിൽ ആ ഒരു ഫ്യൂവൽ സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഓരോ പാർട്സും എടുത്ത് നോക്കാം. ആദ്യം തന്നെ ഫ്യൂവൽ ടാങ്ക്. എന്തിനാണ് ഒരു ഫ്യൂവൽ ടാങ്ക്? നമുക്കറിയാം, ഫ്യൂവൽ സ്റ്റോർ ചെയ്യാനാണ് ഒരു ഫ്യൂവൽ ടാങ്ക്. അതിൻ്റെ മെറ്റീരിയൽ പ്രസ്ഡ് സ്റ്റീലാണ്. നമുക്കതിലുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. ഒരു ഫില്ലർ പൈപ്പ്, അതായത് ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ഒരു പൈപ്പ്. നമ്മൾ ഇതിലാണ് ഫ്യൂവൽ ഇന്ധനം നിറയ്ക്കുക. അത് നേരെ ഫ്യൂവൽ ടാങ്കിലോട്ട് വരും. ഇവിടെ നിങ്ങൾക്കൊരു ഫ്യൂവൽ ഗേജ് ഓപ്പണിംഗ് കാണാൻ സാധിക്കും. അതായത് ഒരു ടാങ്കിനകത്ത് എന്തുമാത്രം ഫ്യൂവൽ ഉണ്ട് എന്ന് സെൻസ് ചെയ്യുന്ന ഒന്നാണ് ഫ്യൂവൽ ഗേജ്. അപ്പോൾ നമ്മൾ മീറ്ററിൽ, നമ്മൾ ഡാഷ്ബോർഡിൽ കാണുന്ന ഫ്യൂവലിൻ്റെ അളവ് കാണുന്നത് ഈ ഒരു ഗേജ് സെൻസ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്കിവിടെ ബാഫിൾസ് കാണാൻ സാധിക്കും. ബാഫിൾ ഒരു തട പോലെ നിങ്ങൾക്ക് കാണാം, ക്രോസ് പ്ലേറ്റുകളിലൂടെ കാണാം ടാങ്കിനകത്ത്. അതെന്തിനാണെങ്കിൽ ഫ്യൂവലിൻ്റെ വണ്ടി മൂവ് ചെയ്യുന്ന ടൈമിൽ ഫ്യൂവലിൻ്റെ ഇളക്കം കുറയ്ക്കുക,
സ്ലഷിങ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ് ബാഫിൾസ് കൊടുത്തിട്ടുള്ളത്. 2, 3, 4 ബാഫിൾസ് ഉണ്ടായിരിക്കും ടാങ്കിൻ്റെ വലിപ്പം അനുസരിച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇവിടെ ഒരു ഡ്രെയിൻ പ്ലഗ് കാണാം. നമുക്ക് ഫ്യൂൽ ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരിക, ഫ്യൂൽ ടാങ്കിനകത്തുനിന്ന് കണ്ടാമിനൻസ് പുറത്ത് കളയുക എന്നുള്ള ആവശ്യം വരുമ്പോൾ നമ്മൾ ഡ്രെയിൻ പ്ലഗ് അഴിച്ച് അതിലൂടെ പുറത്ത് കളയുന്നു. അപ്പോൾ അതിനാണ് ഡ്രെയിൻ പ്ലഗ്. ഓക്കെ, നമുക്ക് ഓരോ പാർട്സ് നോക്കാം. ഫില്ലർ നെക്ക് പ്രൊവൈഡഡ് ഫോർ പമ്പിങ് ഡീസൽ ഫ്യൂൽ ഇൻ ടു ടാങ്ക്. ടാങ്കിനകത്തൊരു ഡീസൽ അടിക്കാൻ അതിനൊരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ടൈറ്റ്ലി ഫിക്സ് ചെയ്യുന്നൊരു ക്യാപ്പ്. വെൻറ്റ് ഹോൾ പ്രൊവൈഡഡ് ഇൻ ദ ക്യാപ്പ് ഓർ നെക്ക് ടു മെയിൻറ്റെയിൻ അറ്റ്മോസ്ഫിയർ പ്രഷർ. അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറും ടാങ്കിനകത്തുള്ള പ്രഷറും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിനുവേണ്ടി ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് ക്യാപ്പിൽ. ഓക്കെ, അപ്പോൾ ടാങ്കിനകത്ത് പ്രഷർ കൂടുകയാണെങ്കിൽ ആ പ്രഷർ ആ ഹോളിലൂടെ പുറത്തു പോകുന്നു. അങ്ങനെ ആ പ്രഷർ അറ്റ്മോസ്ഫിയറിലും ടാങ്കിനകത്തും മെയിൻറ്റെയിൻ ആവുന്നു. ഓക്കെ, മുൻപൊക്കെ ഈ ഒരു ഹോള് ഒരു ട്യൂബ് വഴി നേരെ താഴേക്ക്, അതായത് വണ്ടിയുടെ താഴത്തേക്ക് ഇട്ട് കൊടുക്കണം പതിവ്. ഇപ്പോൾ ചെയ്യുന്നത് ഈ ഹോള് നേരെ ഒരു ഇവാപ്പറേറ്റീവ് കാനിസ്റ്റർ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് ഈ ചാർക്കോള് നിറച്ചിട്ടുള്ള ഒരു ബോക്സ്, ഒരു പാർട്ട്. അപ്പോൾ അതിലോട്ട് ഈ പറഞ്ഞൊരു ഹോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഫ്യൂവൽ ടാങ്കിനകത്ത് ചൂട് കൂടുമ്പോൾ ഫ്യൂവൽ വേപ്പറൈസ് ആവും, ആവിയാവും. ആ വേപ്പറൈസ് ആയ ഫ്യൂവൽ ഈ ലൈനിലൂടെ കടന്ന് നേരെ ഇവാപ്പറേറ്റീവ് കാനിസ്റ്ററിലോട്ട് പോയിട്ട് അവിടെ സ്റ്റോർ ആയി നിൽക്കും. എന്നിട്ട് ഇവാപ്പറേറ്റീവ് കാനിസ്റ്റർ, ആ ഒരു കൽക്കരി ചാർക്കോൾ, ആ ഒരു ബോക്സിൽ നിന്ന്, ഇവാപ്പറേറ്റീവ് കാനിസ്റ്ററിൻ്റെ ആ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ അതിനെടുത്ത് നേരെ ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് കൊടുക്കും. ഓക്കെ, അതായത് ഫ്യൂവല് വേപ്പറായി പോകുമ്പോൾ അതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു വഴി, അത് മാത്രമാണ് ഇവാപ്പറേറ്റീവ് കാനിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ വെൻറ്റ് ഹോൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു വന്നതാണ്. ബാക്കി സാധാരണ ഫ്യൂവൽ വർക്കിംഗ് ഒക്കെ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ഔട്ട്ലെറ്റ് നേരെ ഫിൽറ്റർ, നമ്മൾ പറഞ്ഞ പോലെ ഫീഡ് പമ്പ് ഫിൽറ്റർ വഴിക്ക് പോകും. ഇവാപ്പറേറ്റീവ് കാനിസ്റ്റർ ജസ്റ്റിൻ്റെ ഫ്യൂവൽ വേപ്പറൈസായി പോകുന്ന ഫ്യൂവലിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ജസ്റ്റ് പറഞ്ഞു പോയതാണ്. ഓക്കെ, അടുത്തത് ബാഫിൾസ്. നമ്മൾ കണ്ടു എന്താണ് ബാഫിൾസ്. ടു മിനിമൈസ് സ്ലഷിങ് ഓഫ് ഫ്യൂവലിൻ്റെ സ്ലഷിങ് കുറയ്ക്കാനാണ് ബാഫിൾ. പിന്നെ ഫ്യൂവൽ ഗേജ് സെൻസിങ് യൂണിറ്റ് എന്തിനാണ്? ഫ്യൂവൽ ലെവൽ അറിയാനായിട്ട്. ഇനി കൺസിസ്റ്റ് ഓഫ് എ ഫ്ലോട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഇലക്ട്രിക്കൽ സെൻസിങ് സിസ്റ്റം. അതായത് ഈ സെൻസിങ് യൂണിറ്റ് എങ്ങനെയാണ് ഫ്യൂവലിൻ്റെ അളവ് സെൻസ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ, ഈ ഫ്യൂവൽ ടാങ്കിനകത്തൊരു ഫ്ലോട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്യൂവലിൻ്റെ മുകളിൽ അത് പൊന്തി കിടക്കും. അപ്പോൾ നമ്മൾ ഫ്യൂവൽ ടാങ്കിൽ നിറയ്ക്കും തോറും ഫ്യൂവലിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഫ്ലോട്ട് മുകളിലോട്ട് പൊന്തും. ഓക്കെ, ആ പൊന്തുന്നത് എന്തുമാത്രമാണെന്ന് ഒരു ഇലക്ട്രിക്കൽ സെൻസിങ് സിസ്റ്റം വെച്ച് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെയാണ് ടാങ്കിൽ എന്തുമാത്രം ഫ്യൂവൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഡാഷ്ബോർഡിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് ഫ്യൂവൽ ഗേജ് സെൻസിങ് യൂണിറ്റ്. അടുത്ത ഫ്യൂവൽ ഫിൽട്ടർ. ഓക്കെ, ഫ്യൂവലിലുള്ള കണ്ടാമിനൻസ് ഫിൽട്ടർ ചെയ്ത് കളയാനായിട്ട് ഒരു ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ ഫ്യൂവൽ ടാങ്കിനകത്ത് ഉണ്ടാവും. ചില വണ്ടികളിൽ ഫ്യൂവൽ ടാങ്കിനകത്ത് ഒരു ഫിൽട്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫിൽറ്ററിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹെവി പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്ത് കളയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. അടുത്തത് ഡ്രെയിൻ പ്ലഗ്. നമുക്കറിയാം ടു കളക്ട് സെഡിമെൻറ്റ്സ് ആൻഡ് ഡ്രെയിൻ ഇറ്റ് ഔട്ട് ഓഫ് ടാങ്ക്. ടാങ്കിന് അകത്തുനിന്ന് പുറത്തോട്ട് നമുക്കതിനെ കളയാനായിട്ട് ഡ്രെയിൻ പ്ലഗ് നമ്മൾ യൂസ് ചെയ്യും. അടുത്തത് ഫ്യൂവൽ പൈപ്പ്. ഓക്കെ, ഫ്യൂവൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ പാർട്സിൽ നിന്ന്, ഇപ്പോൾ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ഫീഡ് പമ്പിലോട്ട് എത്തിക്കുന്നത് ഫ്യൂവൽ പൈപ്പിലൂടെയാണ്. ഫ്യൂവൽ ഫീഡ് പമ്പിൽ നിന്ന് ഫ്യൂവൽ ഫിൽറ്ററിലോട്ട്, അതുപോലെ തന്നെ ഫ്യൂവൽ ഫിൽറ്ററിൽ നിന്ന് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട്. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നത് ഫ്യൂവൽ പാസ് ചെയ്യുന്നത് ഫ്യൂവൽ പൈപ്പിലൂടെയാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 3 പൈപ്പായിട്ടാണ് ഇത് തിരിക്കുക. ഒന്ന് സക്ഷൻ പൈപ്പ്, ഒന്ന് ഹൈ പ്രഷർ പൈപ്പ്, ഒന്ന് ഓവർഫ്ലോ പൈപ്പ്. സക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിച്ചെടുക്കുക. ഇവിടെ ഫ്യൂവൽ സിസ്റ്റത്തിൽ വലിച്ചെടുക്കുന്നത് ആരാണ്? ഫ്യൂവൽ ഫീഡ് പമ്പാണ്. ഓക്കെ, ഞാൻ ആ ലൈൻ ഒന്നുകൂടി പറയാം. ഫ്യൂവൽ ലൈൻ ഒന്നുകൂടിയും പറയാം. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ഫീഡ് പമ്പ് ഫ്യൂവലിനെ വലിച്ചെടുക്കുന്നു. എന്നിട്ട് ആ വലിച്ചെടുത്ത ഫ്യൂവലിനെ നേരെ ഫ്യൂവൽ ഫിൽറ്ററിലോട്ട് കടത്തി വിടുന്നു. ഫ്യൂവൽ ഫിൽറ്ററിൽ നിന്ന് നേരെ അത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് കടന്നു പോകുന്നു. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ അത് വളരെ ഹൈ പ്രഷറിൽ പ്രഷറൈസ് ചെയ്ത ഫ്യൂവൽ ഇഞ്ചക്ടറിലോട്ട് കടന്നു പോകുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ ലൈൻ. ഓക്കെ, അപ്പോൾ സക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ സക്ക് ചെയ്തെടുക്കുന്ന പൈപ്പ്. അതായത് നമുക്കിവിടെ സക്ക് ചെയ്തെടുക്കുക, വലിച്ചെടുക്കുന്നത് ആരാ? ഫ്യൂവൽ ഫീഡ് പമ്പാണ്
ഇവിടെ ഫ്യൂവലിനെ വലിച്ചെടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ഫ്യൂവൽ ഫീഡ് പമ്പ് ടാങ്കിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു സക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് ഹൈ പ്രഷർ ലൈൻ, നമ്മളത് കണ്ടു. ഹൈ പ്രഷർ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയാണുള്ളത്. ഫ്യൂവൽ ഫീഡ് പമ്പിൽ നിന്ന് നമ്മൾ നേരെ അത് ഫ്യൂവൽ ഫിൽറ്ററിൽ നിന്ന് നേരെ അത് പോകുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്നിവയിലേക്കാണ്. ഓക്കെ, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ ഹൈ പ്രഷറൈസ് ചെയ്തുകൊണ്ട് വളരെ പ്രഷർ കൂടിയ രീതിയിലാണ് ഈ ഫ്യൂവൽ നമ്മൾ ഇഞ്ചക്ടറിലോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൈ പ്രഷർ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് മുതൽ ഫ്യൂവൽ ഇഞ്ചക്ടർ വരെയുള്ള ലൈൻ, അതിനാണ് ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുക. ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ഫീഡ് പമ്പിലോട്ട് സക്ഷൻ ലൈൻ, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്ന് ഇഞ്ചക്ടറിലോട്ട് ഹൈ പ്രഷർ ലൈൻ. ഓക്കെ, നമ്മൾ മൂന്നാമത് പറഞ്ഞ ഓവർഫ്ലോ ലൈനാണ്. ഇഞ്ചക്ടറിൽ നിന്നൊരു ഓവർഫ്ലോ ലൈൻ, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നൊരു ഓവർഫ്ലോ ലൈൻ, അതുപോലെ തന്നെ ഫിൽറ്ററിൽ നിന്നൊരു ഓവർഫ്ലോ ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇതിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, അതായത് പ്രഷർ കൂടിയ അവസ്ഥയിൽ ഫ്യൂവൽ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രഷർ കുറയ്ക്കാനായിട്ട് ഓവർഫ്ലോ കൂടുതലായി വരുന്ന ഫ്യൂവലിനെ നമ്മൾ തിരിച്ച് ടാങ്കിലോട്ട് വിടും. അതാണ് ഓവർഫ്ലോ ലൈൻ. ഓക്കെ, അപ്പോൾ 3 പൈപ്പ് നമ്മൾ പഠിച്ചു. സക്ഷൻ പൈപ്പ് ബിറ്റ്വീൻ ടാങ്ക് ആൻഡ് ഫീഡ് പമ്പ്, ഹൈ പ്രഷർ പൈപ്പ് ബിറ്റ്വീൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ആൻഡ് ഇഞ്ചക്ടർ. അടുത്ത ഓവർഫ്ലോ പൈപ്പ്, എന്തിനാണ്? എക്സസ് ആയി വരുന്ന ഫ്യൂവലിനെ ടാങ്കിലോട്ട് കടത്തിവിടാനായിട്ട്. ഓക്കെ, അടുത്തത് ഫ്യൂവൽ ഫിൽറ്റർ. നമ്മളിപ്പോൾ ടാങ്ക് എന്താണെന്ന് നോക്കി, ഫ്യൂവൽ പൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കി. അടുത്തത് ഫ്യൂവൽ ഫിൽറ്റർ. പേര് പറയുന്ന പോലെ തന്നെ ഫ്യൂവലിനെ ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഫ്യൂവൽ ഫിൽറ്ററിൻ്റെ. ഓക്കെ, നമുക്ക് നോക്കാം. ടു റിമൂവ് ഫോറിൻ പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ കണ്ടൻറ്റ്. ഫ്യൂവലിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒഴിവാക്കുക, മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഫോറിൻ പാർട്ടിക്കിൾസ്, കണ്ടാമിനൻസിനെ ഫിൽട്ടർ ചെയ്തെടുക്കുക. ഇതൊക്കെയാണ് ഒരു ഫ്യൂവൽ ഫിൽറ്ററിൻ്റെ ഉദ്ദേശം. ദസ് ടു അവോയ്ഡ് FIP ആൻഡ് ഇഞ്ചക്ടർ ബൈ ഡേർട്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഉപകാരം വരുന്നത്? ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്, FIP എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഓക്കെ, അതുപോലെ തന്നെ ഇഞ്ചക്ടർ, ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളാണ്. അതിനകത്ത് ഡേർട്ട് കയറാൻ പാടില്ല. അപ്പോൾ അത് കയറാതിരിക്കാനായിട്ട് ഫ്യൂവലിനെ ഫിൽട്ടർ ചെയ്യുന്നത് ഈ ഫ്യൂവൽ ഫിൽറ്ററിൽ വെച്ചാണ്. അടുത്തത് ഈ ഫ്യൂവൽ ഫിൽറ്ററിൽ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് വയർ മെഷ്, കോട്ടൺ, നൈലോൺ, അതുപോലെ തന്നെ പേപ്പർ മെറ്റീരിയൽ, ഇവയൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. ഇനി ഓൺ സക്ഷൻ സൈഡ്, അതായത് ഫ്യൂവൽ ഫിൽറ്ററിനെ രണ്ടാക്കി നമ്മൾ ഫ്യൂവൽ ഫിൽറ്റർ എന്ന് പറയും. ഒന്ന് പ്രീ ഫിൽറ്റർ, ഒന്ന് മെയിൻ ഫിൽറ്റർ. ഓക്കെ, ഒന്ന് പ്രീ ഫിൽറ്റർ, ഒന്ന് മെയിൻ ഫിൽറ്റർ. അപ്പോൾ എവിടെയാണ് ഈ പ്രീ ഫിൽറ്ററും മെയിൻ ഫിൽറ്ററും വരുന്നത് എന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പ്രീ ഫിൽറ്റർ വരുന്നത് ടാങ്കിൻ്റെയും ഫ്യൂവൽ ഫീഡ് പമ്പിൻ്റെയും ഇടയിലായിട്ടാണ്. ഓക്കെ, ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ പ്രീ ഫിൽറ്റർ വരുന്നത് ടാങ്കിൻ്റെയും ഫ്യൂവൽ ഫീഡ് പമ്പിൻ്റെയും, ഓക്കെ, അതായത് ടാങ്കിൻ്റെയും ഫ്യൂവൽ ഫീഡ് പമ്പിൻ്റെയും ഇടയിലായിട്ടാണ് പ്രീ ഫിൽറ്റർ വരിക. ഓക്കെ, മെയിൻ ഫിൽറ്റർ വരുന്നത് ഈ കാണുന്നതാണ് മെയിൻ ഫിൽറ്റർ. ഫ്യൂവൽ ഫീഡ് പമ്പിൻ്റെയും ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഇടയിലാണ് മെയിൻ ഫിൽറ്റർ വരിക. ഓക്കെ, മെയിൻ ഫിൽറ്റർ വരുന്നത് ഫ്യൂവൽ ഫീഡ് പമ്പിൻ്റെയും ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെയും ഇടയിലായിട്ടാണ് മെയിൻ ഫിൽറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ ഫിൽറ്ററിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിൻ ഫിൽറ്ററിൻ്റെ വർക്ക് കുറയ്ക്കുക. ആദ്യമേ തന്നെ കുറച്ച് ഫിൽറ്ററിങ് നടത്തി അത്യാവശ്യം ക്ലീനാക്കി ഫ്യൂവലിനെ കടത്തി വിടുന്നു. അപ്പോൾ ക്ലീനാക്കിയ മെയിൻ ഫിൽറ്റർ പോയിട്ട് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആവുന്നു. അതിനുശേഷം ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് കടത്തി വിടും. ഇതാണ് നമ്മൾ 2 ഫിൽറ്റർ വണ്ടികളുടെ ഒരു ഡിസൈൻ അനുസരിച്ചാണ് ഉണ്ടാവുക. എല്ലാ വണ്ടിയിലും 2 ഫിൽറ്റർ ഉണ്ടാവില്ല. ഓരോ വണ്ടിയിലെ അനുസരിച്ച് നമ്മളത് കീപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2 ടൈപ്പ് ഫിൽറ്ററാണ്. ഒന്ന് പ്രീ ഫിൽറ്റർ, ഒന്ന് മെയിൻ ഫിൽറ്റർ. പ്രീ ഫിൽറ്റർ വരുന്നത് എവിടെയാണ്? ഓൺ സക്ഷൻ സൈഡ് ഇൻ ബിറ്റ്വീൻ ടാങ്ക് ആൻഡ് ഫീഡ് പമ്പ്. ടാങ്കിൻ്റെയും ഫീഡ് പമ്പിൻ്റെയും ഇടയിലാണ് പ്രീ ഫിൽറ്റർ വരിക. മെയിൻ ഫിൽറ്റർ വരുന്നത് എവിടെയാണ്? ഫീഡ് പമ്പിൻ്റെയും ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഇടയിലാണ് മെയിൻ ഫിൽറ്റർ വരിക. ഓക്കെ, ഇനി നമുക്ക് പ്രീ ഫിൽറ്റർ മെയിൻ ഫിൽറ്ററും ഒന്നുകൂടി ഒന്ന് നോക്കാം. പ്രീ ഫിൽറ്റർ ഇൻസ്റ്റാൾഡ് ഇൻ ബിറ്റ്വീൻ ടാങ്ക് ആൻഡ് ഫ്യൂവൽ ഫീഡ് പമ്പ്, നമുക്ക് മനസ്സിലായി സക്ഷൻ ലൈനാണ് ഉണ്ടാവുക. ലോ ഫിൽറ്ററിങ് കാപ്പബിലിറ്റി, മെയിൻ ഫിൽറ്ററിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫിൽറ്ററിങ് കാപ്പബിലിറ്റി കുറവാണ്. ടു റെഡ്യൂസ് ദ ലോഡ് ഓഫ് മെയിൻ ഫിൽറ്ററിൻ്റെ ലോഡ് കുറയ്ക്കാനായിട്ട്. മെയിൻ ഫംഗ്ഷൻ ഇസ് ടു റിമൂവ് വാട്ടർ കണ്ടൻറ്റ് ഇൻ ഫ്യൂവലിൽ വാട്ടർ കണ്ടൻറ്റിൻ്റെ അംശങ്ങൾ ഒഴിവാക്കുക, ഫിൽറ്റർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പ്രീ ഫിൽറ്ററിൻ്റെ. ഇതിനെ സെഡിമെൻ്ററി ഫിൽറ്റർ എന്നും പറയും. ഓക്കെ, പ്രീ ഫിൽറ്ററിൻ്റെ ഉദ്ദേശം അതാണ്. ക്ലോത്ത് ടൈപ്പ് ഫിൽറ്ററാണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അടുത്തത് മെയിൻ ഫിൽറ്റർ.
പേപ്പർ എലമെൻ്റാണ് കോമൺലി ആയിട്ട് ഉപയോഗിക്കുക. മെയിൻ ഫിൽറ്ററിലാണ് മെയിനായിട്ട് നമ്മൾ ഫ്യൂവലിൻ്റെ ഫിൽറ്ററിങ് നടക്കുന്നത്. 2 ടൈപ്പാണുള്ളത്. ഒന്ന് കോയിൽ ടൈപ്പ്, സ്റ്റാർ ടൈപ്പ്. മെയിൻ ഫിൽറ്റർ 2 ടൈപ്പാണുള്ളത്. ഒന്ന് കോയിൽ ടൈപ്പ്, സ്റ്റാർ ടൈപ്പ് പേപ്പർ ഫിൽറ്റർ ഇൻസൈഡ്. അതായത് ഈ പേപ്പർ ഫിൽറ്റർ ഏത് രീതിയിലാണ് ആ ഫിൽറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ഉണ്ടാക്കി തിരിച്ചിട്ടുള്ളത്. കോയിൽ ടൈപ്പ് പേപ്പർ ഫിൽറ്റർ എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർഫോറേറ്റഡ് ട്യൂബ്, അതായത് ഹോൾസ് ഉള്ള ഒരു ട്യൂബ്, അതിന് ചുറ്റും പേപ്പറിൻ്റെ കോയിൽ പോലെ ചുറ്റിയിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ടൈപ്പിനാണ് കോയിൽ ടൈപ്പ്. നമ്മളിങ്ങനെ ആ പൈപ്പിന് ചുറ്റും പേപ്പർ എലമെൻറ്റ് ചുറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഒന്നിന് മേലെ ഒന്നായിട്ട് ചുറ്റിയിരിക്കുകയാണ്. അതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പിനാണ് കോയിൽ ടൈപ്പ് പേപ്പർ ഫിൽറ്റർ എലമെൻ്റ് എന്ന് പറയാം. അപ്പോൾ പുറമേ നിന്ന് ഈ ചുറ്റിയ ലെയറൊക്കെ കടന്നിട്ടാണ് ഫ്യൂവല് പെർഫോറേറ്റഡ് ട്യൂബിൻ്റെ ഉള്ളിലോട്ട് കടന്നില്ല. അപ്പോൾ കടന്നെത്തുമ്പോൾ തന്നെ ഈ പേപ്പർ എലമെൻറ്റിൻ്റെ ഓരോ ലെയറും പാസ് ചെയ്ത് കറക്കുന്നതുകൊണ്ട് ആ ഫ്യൂവലോടെ ഫിൽറ്റർ ആവുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കോയിൽ ടൈപ്പ് ഫിൽറ്റർ എലമെൻറ്റ്. അടുത്ത സ്റ്റാർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ കാണുന്ന ഫിൽറ്റർ, ഈ ഒരു പേപ്പർ എലമെൻറ്റിനെ നമ്മൾ 6 ആക്കി മടക്കി നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ ചുറ്റി പിടിക്കുന്ന നമ്മൾ സാധാരണയായിട്ട് കാണുന്നൊരു ഫിൽറ്ററാണ് ഈ സ്റ്റാർ ടൈപ്പ്. സ്റ്റാർ ഷേപ്പിലുള്ള ഒരുപാട് മടക്കുകളുള്ള ഫ്യൂവൽ പേപ്പർ ടൈപ്പ് ഫ്യൂവൽ ഫിൽറ്റർ. അപ്പോൾ അതാണ് 2 ടൈപ്പ്. കംപ്ലീറ്റ് ഫിൽറ്ററിങ് ഓഫ് ഫ്യൂവൽ ഇസ് ഡൺ. ഫ്യൂവൽ ഫിൽറ്റർ കൂടിയാണ് കംപ്ലീറ്റ് ആവുന്നത്. 2 ടൈപ്പാണ് ഫ്യൂവൽ ഫിൽറ്റർ ഉള്ളത്. മെയിൻ ഫിൽറ്ററിനെ തന്നെ നമ്മൾ 2 ആക്കി തിരിക്കുന്നുണ്ട്. അതാണ് സിംഗിൾ സ്റ്റേജ് ഫ്യൂവൽ ഫിൽറ്റർ, 2 സ്റ്റേജ് ഫ്യൂവൽ ഫിൽറ്റർ. ഓക്കെ, അപ്പോൾ അതിലോട്ട് സിംഗിൾ സ്റ്റേജ് 2 സ്റ്റേജിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ ഫിഗർ നോക്കാം. ഫ്യൂവൽ ഫിൽറ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കോമൺ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓയിൽ ഫിൽറ്റർ പഠിച്ചിരുന്നു. ഓയിൽ ഫിൽറ്ററിൻ്റെ ഏകദേശം സെയിം തന്നെയാണ് ഇവിടെയും വർക്കിംഗ് വരുന്നത്. നമുക്ക് നോക്കാം. ഫ്യൂവൽ ഫിൽറ്റർ ഈ ഒരു ലൈനിലൂടെ കത്തി കിടക്കുന്നു. ഈ കാണുന്ന ഫ്യൂവൽ ഫിൽറ്ററിങ് എലമെൻറ്റ് കാണാം. അപ്പോൾ ഫിൽറ്ററിങ് എലമെൻറ്റിലൂടെ ഉള്ളിലോട്ട് കിടക്കുന്നു, സെൻട്രൽ ട്യൂബിലോട്ട് കിടക്കുന്നു. സെൻട്രൽ ട്യൂബിലോട്ട് എത്തുന്ന ഫ്യൂവല് ക്ലീൻ ഫ്യൂവലായിരിക്കും എത്തുക. കാരണം ഫിൽറ്റർ എലമെൻറ്റ് കടന്നു വരുമ്പോൾ കംപ്ലീറ്റ് ആ ഫ്യൂവൽ ഫിൽറ്റർ ആവുന്നു. ഈ ക്ലീൻ ആയിട്ടുള്ള ഫ്യൂവല് നേരെ ഔട്ട്ലെറ്റിലോട്ട് ഫ്യൂവൽ ലൈനിലോട്ട് കടന്നു പോകുന്നു. ഇവിടെ താഴെ സംഭവിക്കുന്നത്, ഇവിടെ ഫ്യൂവൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം ഫ്യൂവലിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആ ഫ്യൂവലിലെ വെള്ളത്തിൻ്റെ അംശം നേരെ താഴെ അടിഞ്ഞുകൂടും. കാരണം നമുക്കറിയാം ഡീസലിനേക്കാൾ അല്ലെങ്കിൽ പെട്രോളിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് വാട്ടറിന്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ഡെൻസിറ്റി കൂടിയ വെള്ളം താഴേക്ക് ഒരാളുടെ ടെൻഡൻസിയാണ് കാണിക്കുക. അപ്പോൾ നേരെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ താഴെ വന്നത് അടിഞ്ഞുകൂടും. അപ്പോൾ നമ്മുടെ ഫ്യൂവൽ ആണ് ഇതിലെ ഫിൽറ്ററായി ഉള്ളിലോട്ട് കിടക്കുക. അപ്പോൾ ഫ്യൂവൽ വല്ല ഡേർട്ട് ഉണ്ടെങ്കിൽ അതും ഇവിടെ ഫിൽറ്ററായി കിടക്കും. ഓക്കെ, ഇനി താഴെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലം നമ്മൾ വണ്ടി യൂസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നിശ്ചിതമായ പീരീഡ് കഴിയുമ്പോൾ ഇവിടെ വെള്ളം ഇടിഞ്ഞു കൂടും. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണം. അപ്പോൾ ഒരു ഡ്രെയിൻ പ്ലഗ് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഡ്രെയിൻ പ്ലഗിലൂടെ നമ്മൾ ഡ്രെയിൻ പ്ലഗ് അഴിച്ച് ഫ്യൂൽ ഫിൽറ്ററിനടിയിലുള്ള വെള്ളം കളയുന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ ഡ്രെയിൻ പ്ലഗ് ടൈറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും സാധാരണ പോലെ യൂസ് ചെയ്യും. അപ്പോൾ ഡ്രെയിൻ പ്ലഗ് കൊടുത്തിരിക്കുന്നത് ഫിൽറ്ററിനകത്തെ വെള്ളത്തിൻ്റെ അംശം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇനി നമ്മൾ പറഞ്ഞ സിംഗിൾ സ്റ്റേജ് ഫിൽറ്ററിംഗ് സിസ്റ്റം, 2 സ്റ്റേജ് ഫിൽറ്ററിംഗ് സിസ്റ്റത്തിലോട്ട് വരാം. അതായത് മെയിൻ ഫിൽറ്ററിനെ 2 ആക്കി തിരിക്കുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞത്. അതിലെ സിംഗിൾ സ്റ്റേജ് ഫിൽറ്ററിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 2 സ്റ്റേജ് ഫിൽറ്ററിംഗ് സിസ്റ്റമാണ്. അതായത് 2 സെക്ഷനായിട്ടാണ് ഇവിടെ ഫിൽറ്ററിംഗ് നടക്കുന്നത്. ഓക്കെ, അതായത് ഇൻലെറ്റിലോട്ട് ഫ്യൂൽ കടക്കുന്നു, ഈ ഒരു ഫിൽറ്ററിംഗ് എലമെൻറ്റിൽ ഫിൽറ്ററിംഗ് നടക്കുന്നു, അതിനുശേഷം രണ്ടാമത്തെ ഫിൽറ്ററിംഗ് എലമെൻറ്റിലോട്ട് കിടക്കുന്നു, ഇവിടെ ഫിൽറ്ററിംഗ് നടക്കുന്നു. അങ്ങനെയാണത് പുറത്തോട്ട് ഔട്ട്ലെറ്റിലോട്ട് ലൈൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 2 സ്റ്റേജായിട്ട് ഫിൽറ്ററിംഗ് നടക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ 2 സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ സിംഗിൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇതിലെ ഒരു സ്റ്റേജ് മാത്രമാണ് ഫിൽറ്ററിംഗ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, ഓൺലി 1 ഫിൽറ്റർ, ഒരു ഫിൽറ്ററാണ് ഉപയോഗിക്കുകയുള്ളൂ. ഫിക്സഡ് ബിറ്റ്വീൻ ഫീഡ് പമ്പ് ആൻഡ് ഇഞ്ചക്ഷൻ പമ്പ് നമുക്കറിയാം. ഷുഡ് ബി റീപ്ലേസ്ഡ് പീരിയോഡിക്കലി. ഓക്കെ, നിശ്ചിതമായ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ റീപ്ലേസ് ചെയ്യണം. 2 സ്റ്റേജ് ഫിൽറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൽ 2 ഫിൽറ്ററുകൾ കാണാം. അതിൽ പ്രൈമറി ഫിൽറ്റർ ഉണ്ട്, സെക്കൻഡറി ഫിൽറ്റർ ഉണ്ട്. പ്രൈമറി ഫിൽറ്റർ എന്ന് പറയുന്നത് കുറച്ച് കനം കൂടിയ കണ്ടാമിനൻസിനെ ഫിൽറ്റർ ചെയ്യുക, അതുപോലെ തന്നെ വെള്ളം വല്ലതും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ ഫിൽറ്ററിങ് കടന്ന് കഴിഞ്ഞ് നേരെ സെക്കൻഡ് ഫിൽറ്ററിലോട്ട് ഫ്യൂൽ കടന്ന് വരും. സെക്കൻഡ് ഫിൽറ്ററിലോട്ട് ഈ സെക്കൻഡ് ഫിൽറ്ററിൽ കുറച്ചുകൂടി മൈന്യൂട്ടായിട്ടുള്ള കണ്ടാമിനൻസ് ഫിൽറ്റർ ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെ 2 സെക്ഷൻ വഴി ഫ്യൂലിനെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഔട്ട്ലെറ്റിലോട്ട് പുറത്തോട്ട് ഫ്യൂൽ കടന്നു പോകും. അപ്പോൾ ഇതാണ് പ്രൈമറി ഫിൽറ്റർ സെക്കൻഡറി ഫിൽറ്ററിൻ്റെ യൂസ്. ഇനി ഇതിൽ 1-2 ഭാഗങ്ങൾ വേറെ നിങ്ങൾക്ക് കാണാം. ഓവർഫ്ലോ വാൽവ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ബ്ലീഡിങ് സ്ക്രൂ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഓവർഫ്ലോ വാൽവ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് ഓവർഫ്ലോ ലൈൻ എന്ന് പറഞ്ഞിരുന്നു? അതായത് ഫിൽറ്ററിനകത്ത് ഫ്യൂവൽ എക്സസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ടാങ്കിലോട്ട് വിടാനാണ് ഓവർഫ്ലോ വാൽവ്. നോക്കുക, യൂസ്ഡ് ടു സെൻഡ് ബാക്ക് എക്സസ് ഫ്യൂവൽ ടു ടാങ്ക് ത്രൂ റിട്ടേൺ ലൈൻ. ഓവർഫ്ലോ ലൈനിലൂടെ കൂടുതലായി വരുന്ന ഫ്യൂവലിനെ ടാങ്കിലോട്ട് കടത്തി വിടുക എന്നുള്ളതാണ് ഓവർഫ്ലോ വാൽവിൻ്റെ ഉദ്ദേശം. ഓക്കെ, അടുത്ത ബ്ലീഡിങ് സ്ക്രൂ. ഓവർഫ്ലോ വാൽവും ബ്ലീഡിങ് സ്ക്രൂവും പ്രൈമിങ് ഹാൻഡിലൊക്കെ ഈ ഫിൽറ്ററിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, ഓവർഫ്ലോ വാൽവ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. അടുത്ത ബ്ലീഡിങ് സ്ക്രൂ. ബ്ലീഡിങ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഏതെങ്കിലും രീതിയിൽ വായു അല്ലെങ്കിൽ എയർ ബബിൾസ് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ബ്ലീഡ് ചെയ്ത് പുറത്ത് കളയണം. അവിടെ എയർ ബബിൾസ് ലൈനിലുണ്ടെങ്കിൽ കൃത്യമായ ഫ്യൂവൽ ഡെലിവറിങ് നടക്കില്ല. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എയർ ബബിൾസ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർ ബബിൾസിൻ്റെ പുറത്ത് കളയണം. ബ്ലീഡിങ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ബ്ലീഡ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ അതും ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എയർ ബബിൾസ്. അതായത് ഇപ്പോൾ നമ്മൾ ഫ്യൂൽ ഫിൽറ്റർ നമുക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഫ്യൂൽ ഫിൽറ്റർ മാറ്റി അടുത്ത ഫ്യൂൽ ഫിൽറ്റർ പിടിപ്പിച്ചു. നമുക്കറിയാം അതിനുള്ളിൽ സ്വാഭാവികമായിട്ടും ആ ലൈനിൽ എയർ കടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ എയറിനെ ഫ്യൂൽ ഫിൽറ്റർ പിടിപ്പിച്ച ശേഷം നമ്മളതിനെ പമ്പ് ചെയ്ത് എയറിനെ പുറത്തോട്ട് കളയണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിലൂടെ കുടുങ്ങിയ എയറിനെ ഫ്യൂവലിനകത്ത് കുടുങ്ങിയ എയർ ബബിൾസിനെ പുറത്തോട്ട് കളയണം. അതാണ് ഫ്യൂവൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഫ്യൂവൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ടാങ്കിൽ ഫ്യൂവൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫ്യൂവൽ കഴിഞ്ഞൊരവസ്ഥ വരുമ്പോൾ എയർ വലിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്യൂവൽ ലൈനിലെ എയറിനെ തള്ളി പുറത്ത് കളയണം. അപ്പോൾ ആ ഒരു പ്രക്രിയയാണ് ബ്ലീഡിങ്. ആ പ്രക്രിയ ചെയ്യാനുള്ള ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ഫ്യൂവൽ ഫിൽറ്ററിന്. അതാണ് ബ്ലീഡിങ് സ്ക്രൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫ്യൂവൽ ഫിൽറ്ററിന് ഒരു പ്രൈമിങ് ഹാൻഡിൽ, അതായത് പുഷ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഹാൻഡിൽ നമ്മൾ മുകളിലോട്ട് വലിച്ച് താഴത്തോട്ട് തള്ളി, മുകളിലോട്ട് വലിച്ച് താഴത്തോട്ട് തള്ളി, അങ്ങനെ പ്രഷറൈസ് ചെയ്ത് തള്ളുമ്പോൾ ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ വലിക്കുന്നു. അതങ്ങനെ നമ്മൾ മെക്കാനിക്കലി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഫ്യൂവലിനെ പാസ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഫ്യൂവൽ ലൈനിലൂടെ മെക്കാനിക്കലി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഈ പമ്പിങ് ചെയ്യുന്നത് വഴി ഫ്യൂവലിനെ പാസ് ചെയ്യിക്കുകയാണ്. അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ പതുക്കെ ബ്ലീഡിങ് സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കും. അപ്പോൾ ഫ്യൂവൽ പാസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു പ്രഷറിൽ ഫ്യൂവൽ പാസ് ചെയ്യുമ്പോൾ ഈ ബ്ലീഡിങ് സ്ക്രൂവിലൂടെ ഈ എയർ ബബിൾസും കുറച്ച് ഫ്യൂവലും നമുക്ക് ആ ബ്ലീഡിങ് സ്ക്രൂവിലൂടെ മിസ്സായി പതുക്കെ പുറത്തോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഫ്യൂവൽ ലൈനിലുള്ള എയർ ബബിൾസിനെ നമുക്കിങ്ങനെ പുറത്തേക്ക് കളയാൻ പറ്റും. പുറത്തോട്ട് കളഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ 2 വീതി ലൂസാക്കിയ ബ്ലീഡിങ് സ്ക്രൂ വീണ്ടും ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫ്യൂവൽ ലൈനിൽ നിന്ന് ബ്ലീഡ് ചെയ്തുകൊണ്ട് എയർ ബബിൾസിനെ പുറത്തോട്ട് കളയാം. അപ്പോൾ അതാണ് ബ്ലീഡിങ്. എന്താണ് ബ്ലീഡിങ് സ്ക്രൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ബ്ലീഡിങ് സ്ക്രൂ ഉണ്ടാവുക ഈ ഫ്യൂവൽ ഫിൽറ്റർ തന്നെയാണ്. ഓക്കെ, അടുത്ത പ്രൈമിങ് ഹാൻഡിൽ. നേരത്തെ പറഞ്ഞു ബ്ലീഡിങ്ങിൻ്റെ ആവശ്യമായിട്ട് നമ്മൾ ഒരു ഹാൻഡിൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ മുകളിലിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഒരു ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പുറത്തോട്ട് വലിക്കാം, അതുപോലെ താഴത്തോട്ട് തള്ളാം. അപ്പോൾ നമ്മുടെ കൈ ഉപയോഗിച്ച് പുറത്തോട്ടും അതായത് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫ്യൂവൽ അതിലെ പാസ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു പ്രഷറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രൈമിങ് ഹാൻഡിൽ. യൂസ്ഡ് ഫോർ ബ്ലീഡിങ്, റിമൂവിങ് എയർ സ്പേസ് ഇൻ ദ ഫ്യൂവൽ സിസ്റ്റം. ഓക്കെ, എയർ സ്പേസ് കളയുക, അവിടെ ഫ്യൂവലിനെ ഫില്ല് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു പ്രൈമിങ് ഹാൻഡിലിൻ്റെ ഉപയോഗം. അത് ചില വണ്ടികളിൽ ഫ്യൂവൽ ഫിൽറ്ററുമ്പോൾ തന്നെ വരും. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഫ്യൂവൽ ഫിൽറ്ററുമാണ് പ്രൈമിങ് ഹാൻഡിൽ. ചില വണ്ടികളിൽ നമ്മൾ പറഞ്ഞ ഫ്യൂവൽ ഫീഡ് പമ്പ് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഫ്യൂവൽ ഫീഡ് പമ്പുമേ പ്രൈമിങ് ഹാൻഡിൽ വരും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഫ്യൂവൽ ഫിൽറ്ററിനെ പറ്റി പറയാനുള്ളത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇന്നോവയിൽ യൂസ് ചെയ്യുന്ന ഇന്നോവ കാറിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവൽ ഫിൽറ്ററാണ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇന്നോവയിൽ എന്ന് പറഞ്ഞാൽ അവിടെ പ്രീ ഫിൽറ്റർ ഉപയോഗിക്കുന്നില്ല, മെയിൻ ഫിൽറ്റർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഉപയോഗിക്കുന്ന മെയിൻ ഫിൽറ്ററിൻ്റെ ഫിഗറാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഡ്രെയിൻ പ്ലഗ് കാണാം, നേരത്തെ പറഞ്ഞ പോലെ ഡ്രെയിൻ പ്ലഗ് കാണാം, ഒരു പ്രൈമിങ് ഹാൻഡിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫ്യൂവൽ ഫിൽറ്ററിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.